ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മുടെ ഓക്സിജൻ OSൽ, അതായത് നമ്മുടെ OnePlus 13ലും 13R അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് മാർച്ച് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, സോഫ്റ്റ്വെയർ വേർഷൻ വരുന്നത് 15.0.0.7011 മോഡലാണ്. ഇതാണ് സംഭവം. ഇതിൽ നമുക്ക് കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും കാണും. ഓൾമോസ്റ്റ് ഒരു 1.3 GB നമുക്കിത് സൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം വന്നേക്കുന്നത് iPhone 13R 13 അതിന് ശേഷം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും OnePlus ഡിവൈസുകൾ നോക്കുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കാൻ മറക്കണ്ട. കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് വന്നിട്ടുണ്ട്, ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറയാം. ഇതിലെന്തൊക്കെ ആദ്യം എക്സ്ട്രാ വന്നിരിക്കുന്നത് നമുക്ക് പറയാം കേട്ടോ. നമുക്ക് ഇനി ആപ്പ് ഗ്രൂപ്പിനെ റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബൈ ടച്ചിങ് ആൻഡ് ഹോൾഡിംഗ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ആനിമേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ക്വിക്ക് സെറ്റിംഗ്സിൽ. പിന്നെ നമ്മുടെ ബ്ലിങ്കിറ്റിലും സൊമാറ്റോയിലും ഒക്കെ നമുക്ക് ഷെൽഫിൽ ആഡ് ചെയ്യുമ്പോൾ വിഡ്ജറ്റ് ഡിസൈനിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. മ്യൂസിക് പ്ലെയർ, ലൈവ് വാലറ്റ്, സ്പോട്ടിഫൈൻ്റെ വിഡ്ജറ്റിന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഹോം സ്ക്രീൻ ഫോൾഡേഴ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡോക്ക്, അതായത് നമ്മുടെ ഹോം സ്ക്രീനിലോ ഡോക്കിനും ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി വന്നിരിക്കുന്നത് മാർച്ച് 2025 ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്, വിത്ത് എൻഹാൻസ്ഡ് സിസ്റ്റം സെക്യൂരിറ്റി. ഇതിൽ കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അവർ റിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇംപ്രൂവ്സ് ദ പ്രോസസ് ഫോർ റീസെറ്റിംഗ് യുവർ പ്രൈവസി പാസ്വേഡ്. പ്രൈവസി സെറ്റിംഗ്സ് ഉണ്ടല്ലോ നമുക്കതിൽ, അതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ ഇതിൽ സെക്യൂരിറ്റി ഫീച്ചറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ ഇംപ്രൂവ് വൈഫൈസ് നെറ്റ്വർക്ക് സ്വിച്ചിങ്ങും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ റോമിംഗ് ഫോർ മോർ സീംലെസ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. സ്വിച്ച് ചെയ്യാനുള്ള അത് കുറച്ചും കൂടി സ്മൂത്താക്കി നിന്ന്. പിന്നെ ഇംപ്രൂവ്സ് ദ കോമ്പാറ്റബിലിറ്റി വിത്ത് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസ്. ഞാൻ ഇവരുടെ തന്നെ OnePlusൻ്റെ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. OnePlusൻ്റെയും അതുപോലെ തന്നെ JBLൻ്റെ ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സാധനം, പ്രത്യേകിച്ച് കണക്ടിവിറ്റി. അപ്പോൾ അതും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിലേക്കും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവരുടെ സംഭവമുണ്ട്. ഓക്സിജൻ OS 15ൻ്റെ സാധനം നല്ല സ്നാപ്പിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ OnePlus 13R ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സ്നാപ്പിയാണ്. പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ Gen 3 ആണ്, ഒരെണ്ണത്തിൽ 8 Lite ആണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഭയങ്കര ക്യുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ക്യുക്കാണ്. അപ്പോൾ ഞാൻ One UI 7 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും എന്താ പറയുക, ആനിമേഷനിലും അതുപോലെ തന്നെ പെർഫോമൻസിലൊക്കെ അറ്റത്തറ്റത്തായിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ആക്ച്വലി പോകുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ്രോയിഡ് 15 സ്കിൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഓക്സിജൻ OSനെയും അതുപോലെ തന്നെ One UI കേട്ടോ. നമ്മുടെ One UI 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സംഭവങ്ങളും നമുക്ക് ഇതിൽ സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ലൈവ് വാൾപേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഈ ഓക്സിജൻ OSൽ. അതൊന്നും ഈ One UIലൊന്നും ഇഷ്യൂസ് ഇല്ലാണ്ട്, സുഖമാണ്. ഇതിലങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ മുമ്പ് എനിക്ക് ലൈവ് വാൾപേപ്പർ ഉള്ള പ്രൊഡി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 11R ഉള്ളപ്പോഴും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് മാറ്റേണ്ട പരിപാടി ഉണ്ട്. പിന്നെ നമുക്ക് ലൈവ് നമ്മുടെ എന്താ പറയുക കോൾ റെക്കോർഡിംഗ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ സെപ്പറേറ്റ് ഡയലർ ഇൻസ്റ്റാൾ ചെയ്യണം. സാംസങ്ങിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇതിൽ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഡയലർ പോലെ സാധനം വന്നിരിക്കുന്നത്. ഇതിലും നമുക്കത് എക്സ്ട്രാ സെക്യൂരിറ്റി ഫീച്ചർ അല്ല എന്താ പറയുക, ഡയലിംഗ് ഫീച്ചറൊന്നും നമുക്ക് ഇതിൽ വരില്ല. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. കോൾ ഐഡിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓപ്ഷൻസ്, കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ള റെക്കോർഡിംഗ് ആണ് കേട്ടോ. കണ്ടോ, ഇതാണ് കോൾ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ വരുന്നത്. അൺനോൺ നമ്പേഴ്സ് വേണമെങ്കിൽ അത് ചെയ്യുക. പ്ലേ ഓഡിയോ ടോൺ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്ക്ലൈമർ, അതായത് ടോണാണ് വരിക, അതാണ് നല്ലത്. ഡിസ്ക്ലൈമറിനായിട്ട് നല്ല ടോണാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ദീസ് നമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ നമ്പർ നിങ്ങൾക്ക് എല്ലാത്തിനും വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം. അത് നമുക്ക് കോൺടാക്ട് ചൂസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ ഡയലറും അതൊക്കെയാണ് കോൾ റെക്കോർഡിങ്ങും അങ്ങനത്തെ ബാക്കിയുള്ള സംഭവത്തിനൊക്കെ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ഈസിനെസ് ഒക്കെ ഉള്ളത് One UI തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജൻ OS ആയിട്ടും അതുപോലെ തന്നെ One UI 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം ഭയങ്കര ലൈറ്റാണ്. അത് ശരിക്കും എടുത്ത് അറിയാൻ പറ്റും. നമ്മുടെ One UI 7 ഭയങ്കര ഹെവി പോലെ തോന്നും, പക്ഷേ ഈ സാധനം ഭയങ്കര ലൈറ്റാണ് കേട്ടോ. സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ എക്സ്പീരിയൻസ് പോലെ തോന്നും. പക്ഷേ സാധനം നിങ്ങൾക്ക് ആയിരിക്കുമല്ലോ, കളർ OS ആണ്. ഇപ്പോൾ വെറുതെ പേര് മാത്രമല്ല ഓക്സിജൻ OSൽ പറയുമ്പോൾ ഇതിൽ 2-3 ബഗ്ഗല്ല, മാൾവെയർ എന്ന് പറയുന്നില്ല, ബ്ലോട്ട്വെയർ ഉണ്ടായിരുന്നു നമ്മുടെ ആപ്പിക്കുന്ന സാധനം. അതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചൊക്കെയാണ്. വേറെ അത് ഡിസേബിൾ ചെയ്ത കാരണം വേറെ ശല്യങ്ങളൊന്നുമില്ല, ക്ലീൻ എക്സ്പീരിയൻസ് ആണ്, ആഡും പറ്റ സംഭവങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് നോക്കിയെടുക്കേണ്ട സംഭവമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഹൈ പ്രൈസ്ഡ് ഡിവൈസ് എടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ആഡും സംഭവമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. പ്രത്യേകിച്ച് അത് ഇഷ്യൂസ് ഉള്ളത് IQനൊക്കെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, ഇതുപോലെ ഡിസേബിൾ ചെയ്യണമെല്ലാം. വിവോനുണ്ട് ഇതുപോലത്തെ ഇഷ്യൂസ്, ഷവോമിക്ക് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസുകളൊക്കെ ശരിക്കും അവരുടെ ഹൈ എൻഡ് ഡിവൈസുകൾക്ക് ഈ പരിപാടി നിർത്തേണ്ടതാണ് ശരിക്കും. എനിക്ക് മുമ്പ് ഷവോമി 14 എടുത്തപ്പോഴും IQ ഇപ്പം അമ്മയും അതുപോലെ തന്നെ X series ചാർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ശരിക്കും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും ആ ആപ്പൊന്നും ഇതിൽ പാടില്ല. അപ്പോൾ കളർ വോയിസാർ ഇതിലും കൊണ്ട് ഇപ്പോൾ OnePlusലും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഒരു ആപ്പുള്ളൂ, അത് ഡിസേബിൾ കഴിഞ്ഞപ്പോൾ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഇത് നിർത്തേണ്ട ഒരു പരിപാടിയാണ്. വെച്ചാൽ അവരുടെ ബഡ്ജറ്റ് സാധനത്തിൽ വന്നോട്ടെ,
പക്ഷേ പ്രീമിയം ഡിവൈസിലും ഇത് കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് ഒരു വളരെ മോശപ്പെട്ട പരിപാടിയാണ്. എന്നുവെച്ചാൽ ആഡ് വരുന്ന പ്രത്യേകിച്ച് നിങ്ങളൊരു iOS യൂസർ ആണെങ്കിലും വൺ UI ഉപയോഗിക്കുന്ന ആളാണെങ്കിലും പ്രത്യേകിച്ച് സീരീസ് ഒക്കെ ഉപയോഗിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആഡ് വരുന്നത് തീരെ പിടിക്കില്ല. അതേ മറ്റേ പരിപാടി ഇല്ലല്ലോ. അല്ലാത്തൊരു വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ശരിക്കും ആക്ച്വലി പ്രത്യേകിച്ച് IQ, എൻ്റെ അമ്മയുടെ IQ ആണ്. അതിൽ അവർ ബ്രൗസറൊക്കെ ഉണ്ടല്ലോ, അവരുടെ തന്നെ ഒരു ബ്രൗസർ ഉണ്ട്. അപ്പോൾ ആഡ് വന്ന് ടക്കടക്കടക്കെന്ന് വന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് അതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്തൊക്കെ വയ്ക്കണം. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും ചൊറിഞ്ഞു വരും ആഡ് സംഭവമൊക്കെ വരുമ്പോൾ. അത് ബോറ് പരിപാടിയാണ്. ബഡ്ജറ്റ് ഫോണിലൊക്കെ ഓക്കെ, പക്ഷേ പ്രീമിയം ഡിവൈസിൽ ഇവർ ചെയ്യുന്നത് ശരിക്കും ഒരു മറ്റോടത്തെ പരിപാടിയാണ്. പറയുമ്പോൾ ഇവർ തരുന്ന ഫോണുകൾക്കാണ് വാല്യൂ ഫോർ മണി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് ബ്രാൻഡുകൾ നമ്മുടെ സാംസങ്ങും ആപ്പിളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വാല്യൂ ഫോർ മണി അവർ തരുന്നൊക്കെ. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ എക്സാമ്പിളായിട്ട് നമ്മുടെ 13R കാര്യം പറയാൻ തന്നെ നമുക്കിത് 39,999 ആണ് നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ആ പ്രൈസിന് നല്ല അത്യാവശ്യം വാല്യൂ ചെയ്യുന്നൊരു ഫോൺ തന്നെയാണ്. ക്യാമറ കുറച്ച് ഡിഗ്രഡേഷൻ ഉണ്ടെങ്കിലും പക്ഷേ അവർ അപ്ഡേറ്റ് ത്രൂ മെച്ചപ്പെടുത്തുന്നുണ്ട്, ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് അടുത്തൊരു മേജർ അപ്ഡേറ്റിലും അത്യാവശ്യം ക്യാമറ ശരിയാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ സെൻസറൊന്നും വലിയ മോശമില്ലാത്ത സെൻസറാണ്, 50-58 അപ്പോൾ വലിയ മോശമില്ലാത്ത സെൻസറാണ്. എനിക്ക് ആക്ച്വലി എന്താ അറിയാം, ഇത് എനിക്ക് ഓൾമോസ്റ്റ് 30 രൂപ കയ്യിൽ കിട്ടിയത്. അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ആമസോണിനാണ്. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആണ്. ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ സെക്ടറിൽ ആർക്കിടെക്ചർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പേജ് കാണിച്ചാൽ മതി. സ്പെഷ്യൽ ലിങ്കുകൾ